ഏവർക്കും നമസ്കാരം. രാമായണ സന്ദേശത്തിലേക്കും അമൃതം രാമായണത്തിലേക്കും സ്വാഗതം. മാരീചനെ നമുക്ക് കാണാൻ സാധിച്ചു. ആ മാരീചനും രാവണനും തമ്മിലുള്ള സംവാദം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ മാരീചൻ കൃത്യമായി ഉപദേശം കൊടുക്കുന്നു രാവണനോട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൻ്റെ സഹോദരി തന്നെ പെടുത്താൻ വേണ്ടി തനിക്ക് അനുഭവിച്ച വേദനകൾ തൻ്റെ ജ്യേഷ്ഠനും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ രാമൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവിടെ ആ രാവണൻ കൂടി അനുഭവിക്കാൻ യോഗ്യമാവുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഒറ്റ കാരണം പറഞ്ഞു, അവിടെ നിന്റെ പത്നിയായി ഈ രാജസിംഹാസനത്തിലിരുന്നാൽ അതീവ സുന്ദരിയായ സീതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന് രാമലക്ഷ്മണന്മാരെ അകറ്റി നിർത്താൻ സാധിച്ച് അവരിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ മാരീചനെ സമീപിച്ചപ്പോൾ ആ മാരീചൻ രാവണനോട് പറയുന്നു, അല്ലയോ രാവണ, നിനക്ക് മിണ്ടാതെ നിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ പോലെ. നമ്മളൊക്കെ ചിലപ്പോൾ പറയുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, നിനക്കവിടെ മിണ്ടാതെ പൂജയും കഴിച്ചിരുന്നാൽ പോരെ, എന്തിനാ ഈ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, അല്ല അതല്ല അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ തർക്കിച്ച് അതിന് വാശി പിടിച്ച് അത് മുന്നോട്ട് പോകും. അവിടെയാണ് നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയുക, മുതിർന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അനുഭവസ്ഥന്മാരാണ്, നമ്മളെക്കാട്ടിലും എത്രയോ അധികം അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ അവർ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് മിണ്ടാതിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന്, അല്ലെങ്കിൽ അവർ മിണ്ടാതിരുന്നത് ശരിയാണെന്ന്, നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നീട് അവർ പറയും, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കും, എന്നാൽ പിന്നെ നേരത്തെ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞാൽ നീ അത് സ്വീകരിക്കണമെന്നില്ല. കാരണം നിൻ്റെയും എൻ്റെയും പ്രായം തമ്മിലും അനുഭവങ്ങൾ തമ്മിലും ഒരുപാട് അകലത്തിലാണ് അല്ലേ. എൻ്റെ ഗുരുനാഥൻ സദാനന്ദ സ്വാമിജി പറയാറുണ്ട്, ഞാൻ നീയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ, ഇപ്പോഴത്തെ പ്രായത്തിൽ, നിൻ്റെ പ്രായത്തിൽ ഞാൻ നിന്നെ പോലെ എല്ലാ ചേഷ്ടകളും കാണിച്ചിരുന്നു. പഠന കാര്യങ്ങളിൽ നമ്മളൊക്കെ പറയാറുണ്ട്, കുട്ടികളെ പഠിക്കൂ 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 എന്ന് പറയുമ്പോൾ അവർ പറയും, ഞാൻ ഏത് സമയം ഇരുന്ന് പഠിച്ചാലേ അമ്മയ്ക്ക് സമാധാനമാവൂ, അച്ഛന് സമാധാനമാവൂ എന്നുള്ളത്. അപ്പോൾ പഠിക്കൂ പഠിക്കൂ എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് പറയുമ്പോൾ അവരോടും ഇതേപോലെ അച്ഛനമ്മമാർ പറഞ്ഞപ്പോൾ അവരും തട്ടിക്കളഞ്ഞതാണ്. പക്ഷേ എന്നാലും അവർ പറച്ചിൽ നിർത്തില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ നീയായിരുന്നു, ഒരു കാലത്ത് നിൻ്റെ പ്രായത്തിൽ ഞാൻ ഇന്നതെല്ലാം ചെയ്തിരുന്നു. ഏതൊക്കെ സത്കർമ്മങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് തെറ്റും ശരിയും തിരിച്ചറിയാതെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഞാനാകുമായോ? എപ്പോഴാകുക? അറിവിൻ്റെ തലത്തിലേക്ക്, അനുഭവത്തിൻ്റെ തലത്തിലേക്ക് മുന്നോട്ട് വരുന്ന സമയത്താണ്. ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ് നീ മനസ്സിലാക്കുക, ആ സ്വാമിജി അന്ന് പറഞ്ഞത് ശരിയായിരുന്നു, അച്ഛൻ പറഞ്ഞത് അന്ന് ശരിയായിരുന്നു, മുത്തശ്ശൻ പറഞ്ഞത് ശരിയായിരുന്നു, മുത്തശ്ശി പറഞ്ഞത് ശരിയായിരുന്നു, അമ്മ പറഞ്ഞത് ശരിയായിരുന്നു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്, രണ്ടാമത്തെ ഗുരുവായിട്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അനുഭവം ഗുരു എന്ന്. ഉപദേശത്തിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്ന ജ്ഞാനമാർഗത്തിലൂടെയും ഗുരുക്കന്മാർ ഇഷ്ടം പോലെ വരാം. പക്ഷെ അനുഭവത്തിൻ്റെ ഗുരുവിലൂടെ നമ്മൾക്ക് വീണ്ടും ആ ഒരു ഭാഗം നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ മാരീചൻ പറഞ്ഞു കൊടുത്തപ്പോൾ രാവണന് മനസ്സിലായില്ല. കാരണം തൻ്റെ സഹോദരി പറഞ്ഞു തന്ന ആ രൂപകൽപ്പന കാണുന്ന സമയത്ത് സീതയെ സ്വീകരിക്കാനുള്ള മനസ്സ് തയ്യാറെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇത്രയും അധികം ശ്രേഷ്ഠനായ രാവണനെ നമുക്ക് കാണുന്നു അല്ലേ. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അറിയുന്ന ഒരു രാവണനെ അറിയുന്നു അല്ലേ.
ഭഗവാന്റെ ആത്മലിംഗം പോലും കയ്യിൽ സ്വീകരിക്കാൻ സാധിച്ച രാവണനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സാമവേദ പണ്ഡിതനായ രാവണനെ കാണാൻ സാധിക്കുന്നു. സംഗീതപ്രിയനായ രാവണനെ കാണാൻ സാധിക്കുന്നു. വീണമീട്ടുവാൻ സരസ്വതീ ദേവി പോലും അനുഗ്രഹം കൊടുത്ത ആളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രയും ശ്രേഷ്ഠനായ രാവണൻ, തപസ് കൊണ്ട് ശ്രേഷ്ഠനായ രാവണൻ അല്ലേ, ആ തപസ് കൊണ്ട് ശ്രേഷ്ഠമായ രാവണൻ പോലും മാരീചൻ്റെ മുന്നിൽ വന്ന് രാവനെ അകറ്റിത്തരുവാൻ വേണ്ടിയിട്ടും സീതയെ അപഹരിക്കുവാനുമുള്ള പ്ലാൻ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് കാണുന്നു അല്ലേ. എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് മാരീചനോട് പറയുന്നു, നീ പൊന്മാനായി പോകണം, അവിടെ നിന്നും സീത പോലും നിന്നെ മോഹിക്കണം, അവിടെ നിന്നും ശ്രീരാമനെ അകറ്റണം അല്ലേ. ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏത് കാര്യത്തിനാണ് ചിലം ഭർത്താവിനെ എന്തിൻ്റെ പുറകിലാണ് ഓടിക്കുന്നത്? നമ്മുടെ കാമചേഷ്ടകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭർത്താവിനെ ഓടിക്കുന്നുണ്ട് അല്ലേ. നമ്മളാണെച്ചാലും കാമചേഷ്ടകൾക്ക് വേണ്ടി ഓടുന്നുണ്ട്. സ്ത്രീ ഏറ്റവും കൂടുതൽ കാമചേഷ്ടകൾക്ക് വേണ്ടി ഓടുന്നു. കാരണം തൻ്റെ ജീവിതം, തൻ്റെ കുടുംബം, അവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികവും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു പാഠവും അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനവും ചെയ്യുന്നു അല്ലേ. പല വീടുകളിൽ നമ്മൾ ചെന്ന് കാണും. വീട് കെട്ടുന്നതിന് മുമ്പേ പല വീടുകളും ചെന്ന് കാണും. എന്നിട്ട് അതുപോലെ വേണം, ഇതുപോലെ വേണമെന്ന് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ഇവിടെ പൂർത്തീകരിക്കുള്ളൂ എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താശക്തി അവരുടെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് അതിനെ ആകർഷിക്കാനുള്ള, അതിനെ മറ്റുള്ളവരിലൂടെ അത് നേടിയെടുക്കാനുള്ള ഒരു പ്രതിബദ്ധത എപ്പോഴുമുണ്ട്. അങ്ങനെയാണ് സ്വർണ്ണമാനായിട്ട് മാരീചൻ പോവുകയും അവിടെ നിന്നും സീത അത് കണ്ട് മോഹിച്ച് അത് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പിടിക്കാമെന്ന് വിചാരിക്കും, നമ്മളുമായിട്ട് ഇണങ്ങുന്നതായിട്ട് നമ്മൾ കാണും അല്ലേ. ആ സമയത്തെല്ലാം നമ്മൾ അതിനെ എന്ത് ചെയ്യും? തൊടാനും പിടിക്കാനും വേണ്ടി തയ്യാറാവും. അപ്പോൾ തൊട്ടു കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്ന മാരീചൻ അല്ലേ. നമ്മുടെ ദുഃഖങ്ങൾ വീണ്ടും വരാനുള്ള ഒരു സമയമായി എന്ന് പറയുന്നു അല്ലേ. നേരത്തെ ഞാൻ പറയണ്ടായി, അസ്ത്രം കൊണ്ട് വധിക്കാൻ സാധിക്കാതെ ആ എല്ലാ ഭാഗത്തും ചെന്ന് പാദ നമസ്കാരം ചെയ്ത് ശ്രീരാമനിലേക്ക് വന്ന് ആയുധം തിരിച്ചു വന്നപ്പോൾ ആ ദുഃഖം അവിടെ നിന്നും അകന്നു പോയതാണ്. പിന്നീട് വരുന്നതോ ഈ ഒരു മാരീചനായിട്ടാണ്. അവിടെ ദുഃഖം വരികയാണോ? ശ്രീരാമൻ സീതയുടെ താല്പര്യമനുസരിച്ച് ആ മാനിനെ, സ്വർണ്ണമാനിനെ പിടിക്കാൻ തയ്യാറായി അല്ലേ. അപ്പോൾ അത്രി മഹർഷിയും അനസൂയ മാതാവും പറഞ്ഞു കൊടുത്തതെല്ലാം ആ പതിവ്രതാധർമ്മം അവിടെ ഒരു നിമിഷം കൊണ്ട് തൻ്റെ കണ്ണുകളിലൂടെ, മോഹത്തിലൂടെ അവിടെ നമ്മൾ സ്വീകരിച്ചപ്പോൾ ആ മായാസീതയായിട്ട് നമുക്ക് എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നുണ്ട്. അഗ്നിദേവന് സീതയെ നൽകി, ഇനി മായാസീതയാണ് കൂടെ ആരണ്യകാണ്ഡത്തിലേക്ക് വരുന്നത്. കാരണം ആ ബ്രഹ്മവിദ്യ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രീരാമൻ അങ്ങനെ അഗ്നിദേവന് സമർപ്പിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മായാസീത അവിടെ നിന്നും സ്വർണ്ണമാനിൻ്റെ പുറകിലേക്ക് ഓടിക്കാൻ തൻ്റെ ഭർത്താവിനെ തയ്യാറെടുക്കുന്നു. അവിടെ നിന്നും സ്വർണ്ണമാനിൻ്റെ പുറകിലേക്ക് പോയപ്പോൾ ആ ദൂരെ കൊണ്ടുപോയി. ആ സ്വർണ്ണമാന് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അതിനെ ശ്രീരാമന് വധിക്കാൻ തയ്യാറായി അസ്ത്രമെടുത്ത്, ആയുധമെടുത്ത് അതിനെതിരെ പ്രയോഗിച്ച് ആ മാറത്ത് കൊണ്ട ആ പൊന്മാൻ പെട്ടെന്ന് രാക്ഷസനായി, മാരീചനായി അവിടെ നിന്നും രാവണൻ്റെ നിർദ്ദേശമനുസരിച്ച് വിളിച്ചു പറയാണ്, അല്ലയോ സീതേ, അല്ലയോ ലക്ഷ്മണ. അപകടത്തിൽപ്പെട്ടതുപോലെ ശബ്ദതരംഗങ്ങൾ ചെവിയിലെത്തിക്കുന്ന രീതിയിലേക്ക് ലക്ഷ്മണനിൽ നിന്നും സീതയ്ക്കും ചെവിയിൽ കേൾക്കുകയുണ്ടായി. ആദ്യം സീതയാണ് കേട്ടത് എന്ന് നമുക്കറിയാം. കാരണം നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അമ്മമാർ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തി, എപ്പോൾ വരും, തിരിച്ചു വരും എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം. ഞാൻ പല പ്രാവശ്യവും
എൻ്റെ സഹധർമ്മിണിയോട് വൈഫിനോട് പറയാറുണ്ട്, ഞാൻ പോയി കാര്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു വരും, ഏത് സമയത്ത് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് പോയാൽ പോലെ ആൾക്കാരെയും കാണേണ്ടി വന്നാൽ, പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നാൽ, അവരുമായിട്ട് സംസാരിച്ചിരിക്കേണ്ടി വന്നാലൊക്കെ കുറേയധികം സമയം ചിലവാകും. അപ്പോൾ പോയ ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചു വരാമെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ തിരിച്ചു വരും എന്തായാലും എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ട് വരാമെന്നുള്ള വാക്കാണ് നമ്മൾ പറയുക അല്ലേ. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞാൻ പോണു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ശകാരിക്കാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോയിട്ട് വരാമെന്ന് പറയണം. കാരണം വീട് എന്ന് പറയുന്നത് വിത് എന്ന ധാതുവിൽ നിന്നും ഇവിടെ നിന്നും വിടാനുള്ള സംവിധാനത്തെയാണ് നമ്മൾ വീട്, അതായത് വീട് വെച്ച് അതിനകത്ത് താമസിക്കുക മാത്രമല്ല അതിനകത്ത് വിടാനുള്ള മനസ്സും കൂടി ഉണ്ടാവണം. പോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ വീട് ചിലപ്പോൾ നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരാതിരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ ഒരു അനാചാരങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വിഷയങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നെ ചീത്ത പറയാറുണ്ട്. പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശീലിക്കണമെന്ന് ചെറുപ്പം മുതലേ നമ്മളോട് പരിപാലിച്ചതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെയും ശ്രീരാമൻ പോയപ്പോൾ അവിടെ ആ ആയുധമേറ്റ മാരീചൻ സീതയെ ലക്ഷ്മണ എന്ന് പറഞ്ഞ ഉച്ചത്തിൽ നിലവിളിച്ചു. അപകടം സംഭവിച്ചതായ സൂചന സീതയുടെ ചെവിയിലെത്തുന്നു. ആ സീതയുടെ ചെവിയിലെത്തിയപ്പോഴും ലക്ഷ്മണൻ മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ലക്ഷ്മണൻ അറിയാം തൻ്റെ ജ്യേഷ്ഠൻ്റെ അതീവ ശ്രദ്ധാലുവാണ്, അതീവ ഏകാഗ്ര ചിത്തനാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്, അല്ലാതെ അപകടത്തിൽ പെട്ടെന്ന് ചെന്ന് ചാടാൻ അദ്ദേഹം തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കും. പക്ഷേ ആ സമയത്ത് സീത ലക്ഷ്മണനെ അധികമായിട്ട് സംശയാലുവായിട്ട് ചിന്തിപ്പിക്കുന്നു അല്ലേ. ഒരു സ്ത്രീ പറയാൻ പാടാത്ത കാര്യങ്ങൾ അവിടെ പറയുന്നു. അങ്ങനെ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ലക്ഷ്മണരേഖ വരച്ചതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ സന്യാസ രൂപത്തിൽ, അതായത് ലക്ഷ്മണൻ ശ്രീരാമനെ തേടി പോകുന്ന സമയത്ത് തന്നെ സന്യാസ വേഷത്തിലാണ് ആര് വരുന്നത്? രാവണൻ വരുന്നത്. ഭവതി ഭിക്ഷാന്തേഹി എന്ന് ചോദിക്കുന്നു. അവിടെ ആശ്രമത്തിലുള്ള പഞ്ചവടിയിലെ ആ പർണശാലയിലുള്ള ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ആ സന്യാസിക്ക് കൊടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ഇപ്പോൾ ചിത്രരൂപത്തിൽ അല്ലെങ്കിൽ സിനിമാ രൂപത്തിലൊക്കെ കാണുന്ന സമയത്ത് ലക്ഷ്മണരേഖ മറികടക്കാൻ ആർക്ക് സാധിക്കുന്നില്ല? രാവണന് സാധിക്കുന്നില്ല. ആ കൈ അല്ലെങ്കിൽ കൈകാലുകൾ നീട്ടി വയ്ക്കുന്ന സമയത്ത് അത് അവിടെ നിന്നും അകത്തേക്ക് കടക്കാൻ പറ്റാതെ അഗ്നി കൊണ്ട് വലയമുണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള രാവണന് പോലും ലക്ഷ്മണൻ്റെ ആ ആയുധം കൊണ്ട് വരച്ച ആ ഒരു വരയ്ക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് നല്ല സുരക്ഷിതമായ സംവിധാനം ഒരുക്കി വച്ചിരിക്കുന്നു ആര്? ഇന്ന് അന്നത്തെ കാലത്ത് ത്രേതായുഗത്തിലെ ലക്ഷ്മണൻ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമുക്ക് പല സുരക്ഷകളുണ്ട്, CC ക്യാമറകളുണ്ട്. പക്ഷെ ഇതിൽ നിന്നും ആളറിയാതെ തന്നെ പല ഭാഗത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെയും തൻ്റെ തന്ത്രത്തിലൂടെ ആ രാവണൻ സീതയെ ആ തളത്തിൽ നിന്നും അകത്തളത്തിൽ നിന്നും പുറത്തേക്ക് ക്ഷണിക്കുന്നു അല്ലേ. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ പുറത്ത് വന്ന് ഭക്ഷണം വിളമ്പിത്തരാൻ വേണ്ടി തയ്യാറെടുക്കണമെന്ന് രാവണൻ പറയുന്നതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയതും അദ്ദേഹം കൈകൾ കയറി പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൈകൾ കുതറി ഓടുന്ന സമയത്ത് മുടിക്ക് കയറി പിടിക്കുന്നുണ്ട്. സ്ത്രീകളുടെ മുടിക്ക് കയറി പിടിച്ചാൽ ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ദേവലോകത്തുള്ള ദേവന്മാരെല്ലാവരും വളരെയധികം സന്തോഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ മുടിക്ക് കയറി പിടിച്ചാൽ അവിടെ ആ വ്യക്തിയുടെ അന്ത്യം ആ നിമിഷം എഴുതപ്പെട്ടു എന്ന് പറയുന്നു. അവ സീതയുടെ മുടിക്ക് കയറി പിടിച്ചപ്പോൾ
രാവണൻ്റെ അന്ത്യം അവിടെ ഉറപ്പിച്ചു എന്ന് ദേവലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി. അപ്പം രാവണൻ്റെ അന്ത്യത്തിലേക്ക് പോകാൻ രാവണൻ തയ്യാറായി എന്ന് മനസ്സിലാക്കുന്നു. ഉടനെ പിടിച്ചു വലിച്ച് മുടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആ പിടിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അവിടെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ചലിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആ മുടിയുടെ വേദന കൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പുഷ്പക വിമാനത്തെ കൊണ്ടുവന്ന് അതിൽ കയറ്റി യാത്ര തിരിക്കുന്ന രാവണനെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോഴും പല സ്ത്രീകളും സന്യാസിമാരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കാഷായ വേഷം എന്ന് പറയുമ്പോൾ രാവണൻ കൊണ്ടുവന്ന് സീതയെ അപഹരിച്ചതാണ് ആ വേഷവിധാനം. പക്ഷേ യഥാർത്ഥ ധർമ്മം പരിപാലിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ നമുക്ക് കാണുന്ന സമയത്ത് നമസ്കരിക്കുവാനും പാദപൂജ ചെയ്യുവാനും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഭിക്ഷയാക്കി കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഒരു കാരണവശാൽ ചിലപ്പോൾ തെറ്റിലേക്ക് പോയിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ, ഒരു സ്ത്രീ പറഞ്ഞതനുസരിച്ച് തൻ്റെ സഹോദരന് ഏറ്റവും നല്ല സ്ത്രീയായിട്ട് രാജപത്നിയായിട്ട് ലങ്കയുടെ രാജമാതാവായിട്ടല്ല, അല്ലെങ്കിൽ എന്താ പറയുക, രാവണൻ്റെ പത്നിയായിട്ടിരിക്കാൻ സാധിക്കുന്ന ആ സീതയെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടി ശൂർപ്പണഖ തൻ്റെ വേദന കൊണ്ട് പറഞ്ഞപ്പോൾ ആ വേദനയെ ഏറ്റെടുത്ത രാവണൻ എത്തിയത് രാമനെ അകറ്റി തൻ്റെ അമ്മാവനെ പോലും വധിക്കുന്നു. ഇവിടെയും നമ്മൾ മനസ്സിലാക്കുക, മാരീചനെ വധിക്കാൻ തയ്യാറാവുന്ന രാവണൻ വാളൂരിക്കൊണ്ട് ഞാൻ ഈ പണി പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാവണൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ ഉപരിയായിട്ട് രാമൻ്റെ കൈകൊണ്ട് മരിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞ ആ രാമൻ വിഗ്രഹത്തിൻ്റെ മൂർത്തിയാണ് ധർമ്മമും. ധർമ്മത്തിൻ്റെ മൂർത്തിയായ രാമൻ്റെ കൈകൊണ്ട് മരിക്കാൻ ആര് തയ്യാറായി? മാരീചൻ തയ്യാറായി. അപ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന വാക്ക് മാരീചൻ പറയണമെങ്കിൽ അദ്ദേഹം മരത്തിലും തൂണിലും എല്ലാത്തിലും രാമനെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഭയപ്പാട് കൊണ്ട് അദ്ദേഹം കണ്ടിരുന്നത് രാമനെയാണ്. ആ രാമൻ്റെ സ്വരൂപത്തെയാണ് അദ്ദേഹം ഇത്രയും കാലം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള മാരീചന് മോക്ഷപ്രാപ്തി ലഭിക്കുന്നത് രാമൻ്റെ ബാണം കൊണ്ടിട്ടാണ്. മാരീചൻ അവിടെ മാനായി വന്നു, സ്വർണ്ണമാനായി വന്നു. ആ സ്വർണത്തെ മോഹിച്ച സീത അപഹരിക്കപ്പെട്ടു. ആ മാരീചൻ തൻ്റെ കൈകൊണ്ട് വധിക്കാൻ, രാമൻ്റെ കൈകൊണ്ട് വധിക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ ഓടിയെത്തുന്ന ലക്ഷ്മണൻ രാമനെ കാണുന്നുണ്ട്. രാമന് അപകടം പറ്റി എന്ന് ജ്യേഷ്ഠത്തി അമ്മ പറയുന്നു. ആ സമയത്താണ് എന്നോട് ഞാൻ ഉടനെ ചോദിക്കുന്നത്, ലക്ഷ്മണനെ കണ്ടപ്പോൾ സീത സുരക്ഷിതയാണോ എന്ന് രാമൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് രാമന് ത്രികാലജ്ഞാനിയാണ് എന്നെല്ലാം നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അപഹരിക്കപ്പെടുമെന്ന് അറിയുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് വേദനിക്കുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ പർണശാലയിലെത്തി ഉടനെ രണ്ടുപേരും അന്വേഷിക്കുകയാണ്, സീതേ നീ എവിടെയാണ്? അപ്പോൾ ശ്രീരാമൻ്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇവർ തമ്മിൽ കൊട്ടാരത്തിൽ കളിക്കുന്ന സമയത്തെല്ലാം ഒളിഞ്ഞു നിൽക്കുന്നത് അല്ലേ, ഒളിഞ്ഞു കളിക്കുക, കണ്ണുപൊത്തി കളിക്കുക, ഇതെല്ലാം ചെയ്യുന്ന സമയത്തെല്ലാം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. നീ ഏതെങ്കിലും മരത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ വിഷമിപ്പിക്കാതെ ഉടനെ എൻ്റെ മുന്നിൽ വരൂ, എനിക്ക് ദേഷ്യവും സങ്കടവും വരുന്നു എന്നെല്ലാം രാമൻ പറയുന്നുണ്ട് അല്ലേ. വള്ളികളോട് ചോദിക്കുന്നു, പക്ഷികളോട് ചോദിക്കുന്നു, മരങ്ങളോട് ചോദിക്കുന്നു, വൃക്ഷങ്ങളോട് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാത്തിനോടും രാമൻ ദുഃഖിച്ച് സീത എവിടെ എന്ന് പറഞ്ഞ് ദുഃഖത്തോടുകൂടി കാണുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാലം നമുക്ക് ഇത്രയും ശ്രേഷ്ഠനായ ഒരു ക്ഷത്രിയ വംശത്തിൽ ജനിച്ച ഒരു രാമൻ ഇവിടെ തൻ്റെ സീതയെ ഒരു നിമിഷം കാണാതായപ്പോൾ വേദനിക്കുന്നു, പരിഭ്രമിക്കുന്നു, പരിഭ്രാന്തമാകുന്നു അല്ലേ. ലക്ഷ്മണനോട് കരഞ്ഞ് തൊടുത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ലക്ഷ്മണൻ അവിടെ സമാശ്വസിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ
ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു കൊണ്ടുപോയ ഒരു ശാസ്ത്രത്തെ നമ്മൾ അപഹരിച്ചു കൊണ്ടുപോയതിലൂടെ നമുക്ക് കിട്ടുന്ന മനോബലം നഷ്ടപ്പെടുന്നു. അപ്പോൾ എത്രയധികം രാക്ഷസന്മാരെ വധിച്ചാലും നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും വിട്ടുപോകുന്ന സമയത്ത് നമുക്ക് മനസ്സിൻ്റെ വേദന അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ്റെ മുന്നിൽ പോലും നമുക്ക് ആ ദുഃഖത്തെ കാണിച്ചതായിട്ട് നമുക്ക് രാമൻ്റെ ആ വിലാപം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ നിന്നാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ജടായു എന്ന് പറയുന്ന പക്ഷി അവിടെ ചിറകറ്റ് വീണ് കിടക്കുന്നുണ്ട്. ആ ജടായു ചിറകറ്റ് കിടക്കുന്ന സമയത്ത് ആ രാവണൻ പുഷ്പക വിമാനത്തിലേക്ക് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആദ്യമായിട്ടൊരു പക്ഷി ആ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ആളുടെ നേരെ പാഞ്ഞുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ തയ്യാറില്ല, നിന്നെ ഞാൻ വധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ പക്ഷി പോകുന്നുണ്ട്. പക്ഷേ രാവണൻ്റെ ശക്തി കൊണ്ട് രാവണൻ പുഷ്പക വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ആ പക്ഷിയെ യുദ്ധത്തിന് ഒരുങ്ങി പല രീതിയിൽ ഉപദ്രവിച്ച് അതിനെ മാറ്റിവിടുന്നു. അവസാനം തൻ്റെ വാളെടുത്തുകൊണ്ട് ചിറകുകൾ മുറിച്ച് കളയുന്നു. ആ സമയത്ത് പക്ഷിയായ ജടായു പറയുന്നുണ്ട്, അല്ലയോ രാവണ, നിനക്ക് ആയുധമുണ്ട്, എനിക്ക് കൊക്ക് മാത്രമാണുള്ളത്. അല്ലേ? പക്ഷിയായ കഴുകന് കൊക്കുകൾ കൊണ്ട് പുഷ്പക വിമാനത്തിൻ്റെ പല ഭാഗങ്ങളും ഛേദിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. രാവണനെ യുദ്ധനുമായിട്ട് തൻ്റെ കൊക്കുകൾ കൊണ്ട് അതുപോലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് പക്ഷികളുടെ കാലുകളിലെ ആ കൂർത്ത നഖങ്ങൾ കൊണ്ട് എന്തു ചെയ്യുന്നുണ്ട്? ഉപദ്രവിച്ച് കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട് സീതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അവസാനം ചിറകറ്റ് വീണ ജടായുവിനെ കാണുന്നു. അപ്പോൾ ശ്രീരാമ ലക്ഷ്മണന്മാർ നടന്നു വരുന്ന സീതാന്വേഷണത്തിൽ പോകുന്ന സമയത്ത് ആ ജടായുവിനെ കാണുന്നു. ആ ജടായുവിനെ കണ്ട് തൻ്റെ മടിയിലെടുത്തു വെച്ച് തലയെടുത്തു വെച്ച് ആ പക്ഷിയെ, ആ ദുഃഖത്തെ ശ്രീരാമനും സ്വീകരിക്കുന്നു. ശ്രീരാമൻ്റെ ദുഃഖത്തെ ആ പക്ഷി മനസ്സിലാക്കുന്നു. ആ രാവണൻ കട്ടുകൊണ്ട് തെക്കു ഭാഗത്തേക്കാണ് പോയത് എന്ന് പറയുന്നു. പുഷ്പക വിമാനത്തിലേക്ക് പോയതായിട്ട് പറയുന്നു. അങ്ങനെ ആ രാമനിലേക്ക് ലയിക്കുന്ന ജടായു നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രയും വലിയ പക്ഷിശ്രേഷ്ഠൻ ശ്രീരാമൻ്റെ മടിയിൽ തലവെച്ച് മരിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന പുണ്യം നമുക്ക് ലഭ്യമാണ്, അല്ലേ? അങ്ങനെയുള്ള ജടായുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം, അല്ലേ? നമ്മൾ ജടായുവിനെ കുറിച്ച് പരിചയപ്പെട്ട സമയത്ത് ഒരുപാട് വന്യമൃഗങ്ങളുടെ മാംസങ്ങൾ കടിക്കുന്ന ജടായുവാണ്. പക്ഷേ ശ്രീരാമൻ്റെ കാര്യത്തിന് വേണ്ടി സീതാ അപഹരണം നടന്ന സമയത്ത് അവിടെ തൻ്റെ ശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു, അല്ലേ? ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ പോലും നമ്മളെ ദുഃഖാവസ്ഥയിലേക്ക് നമ്മളെ വിട്ടുപോകുന്ന അവസ്ഥ കാണാം. ബന്ധുജനങ്ങൾ നമ്മളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവിടെ നിന്നും നമ്മളെ വിട്ടു പോകുന്നത് കാണാം. പക്ഷേ ആ ഒരു ബന്ധം, ഒരു നിമിഷത്തെ ജ്ഞാന അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു നിമിഷത്തെ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ അവർ കാണിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? പല സ്ഥലത്തും ഇന്ന് മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കിയാൽ ആ ജടായു ആത്മാവ് വിഷ്ണുവിലേക്ക് ലയിച്ച് ആ ജടായുവിനെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്ത ശ്രീരാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ജടായു സ്തുതി നമുക്ക് പഠിക്കാൻ 11 ശ്ലോകങ്ങളാണ് ജടായു ശ്രീരാമനെ ചൊല്ലുന്നത്. ആ 11 ശ്ലോകങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കണം. ആ ജടായു എന്താണെന്ന് നമുക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ നിമിഷം പറഞ്ഞുകൊണ്ട് രാമതത്വത്തിലേക്ക് നമുക്ക് ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പഠിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.